വിശദാംശങ്ങൾ നൽകുന്നത്. എം ജി മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, ഇന്ത്യക്കകത്ത് OTT പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. IPL-ന്റെ വേദി ധർമ്മശാലയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഇന്ത്യ തന്നെ എടുക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ഇത് അടച്ചിട്ടിരിക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്ന് ധർമ്മശാലയിലേത് കൂടിയാണ്. അതിനപ്പുറത്തേക്ക് കൂടി അഹമ്മദാബാദിലേക്ക് മാറ്റുക. അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം കനത്ത ജാഗ്രത തുടരുന്നതിന്റെ ഭാഗമായി ഏത് സമയത്തും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടുകൂടിയാണോ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ആ ഒരു സന്ദേശം കൂടി പുറത്തേക്ക് വരികയാണോ ഇപ്പോൾ? പറഞ്ഞാൽ തീർച്ചയായും, അതായത് ഏത് സമയത്തും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാം സജ്ജമാണ്. സേനാ വിഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ അതിർത്തി മേഖലയിൽ മിസൈൽ ലോഞ്ചറുകൾ കൂടുതൽ അതിർത്തി മേഖലയിൽ ശക്തമായി വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. 5:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയും ചെയ്യും. ഇന്ന് നമ്മൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ കൂടുതൽ തിരിച്ചടി നൽകേണ്ടിയുള്ള ഒരു വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് നേരത്തെ തന്നെ വിദേശ രാജ്യങ്ങളെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് ഏത് തരത്തിലാണ് എന്ന് പാകിസ്ഥാൻ പിന്നീട് അറിയും എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അറിയിക്കുകയും ചെയ്ത്. അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ 15ഓളം ഇടങ്ങളിൽ, അതായത് ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിൽ 15 ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട 15 ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 15 മിസൈലുകളാണ് പാകിസ്ഥാൻ തൊടുക്കുകയും ചെയ്ത്. അത് നമുക്ക് നിർവീര്യമാക്കാനും അത് തകർക്കാനും അത് ഇന്ത്യൻ മണ്ണിൽ തൊടുന്നതിന് മുമ്പ് തന്നെ അത് തകർത്ത് വീഴ്ത്താനും നമുക്ക് സാധിക്കുകയും ചെയ്തു. അതിന് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് നമ്മുടെ സുദർശന ചക്ര കൂടിയായിട്ടുള്ള S-400 ഉപയോഗിച്ചുകൊണ്ടാണ്, വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് തകർക്കാനും പാകിസ്ഥാൻ നീക്കത്തിന് ചെറുക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്തു. അതിനുള്ള തിരിച്ചടി അത് ഉടൻ തന്നെ നൽകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പാകിസ്ഥാനിലെ ലാഹോർ, കറാച്ചി, റാവൽപിണ്ടി അടക്കമുള്ള മേഖലകളിൽ വിവിധ മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഹാർപ്പി ഡ്രോൺസുകളായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ സേന ഉപയോഗിക്കുകയും ചെയ്ത അത് കൃത്യമായി ലക്ഷ്യം കണ്ടു എന്നുള്ളത് തന്നെയാണ്. ലാഹോറിലെ ഹെഡ്ക്വാർട്ടേഴ്സ്, വ്യോമ പ്രതിരോധ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായും തകർക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചടക്കമുള്ള മേഖലകളിൽ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണ ജനതയെ കൊന്നുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പാകിസ്ഥാൻ നമ്മോട് മറുപടി ചോദിക്കാൻ എത്തിയെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങളെ പോലും, ഒരു ജീവഹാനി പോലും സംഭവിക്കാതെ, അവിടുത്തെ സാധാരണക്കാരായ ഒരാളെ പോലും, അവിടുത്തെ സൈന്യത്തെ പോലും നമ്മൾ ഒരു തരത്തിലും അവർക്ക് ജീവഹാനി സംഭവിക്കാത്ത തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും കാണുന്നത്. അതിൽ ഒന്ന് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപമായിരുന്നു. സ്റ്റേഡിയത്തിന് സമീപത്തെ 7 ഇടങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടന്നതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന്റെ സ്ഥിരീകരണം എന്തായാലും അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ 2 വിൻഡോകളിൽ ഒന്നിൽ കാണുന്നത് റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തുള്ള മുൻഭാഗത്തും ഉള്ള ആ പ്രദേശത്ത് ആദ്യ ഡ്രോൺ ആക്രമണം നടക്കുന്നു. തൊട്ടു പിന്നാലെ സ്റ്റേഡിയത്തിന് അകത്ത് ഒരു ഡ്രോൺ പതിക്കുന്നു. അതിനു പിന്നാലെ തന്നെ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള പ്രധാന കവാടത്തിന് സമീപത്തായി ഉള്ള വലിയൊരു ബ്രിഡ്ജിന് സമീപത്തുള്ള ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിലേക്ക് വലിയൊരു ഡ്രോൺ പറന്നു വന്ന് വീഴുന്നു. അവിടെയും വലിയ രീതിയിൽ വലിയ ശബ്ദത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൂർണ്ണമായും റാവൽപിണ്ടി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലാഹോറിലും സമാനമായ സാഹചര്യം, കറാച്ചിയിലും സമാനമായ സാഹചര്യം, ഒരു പ്രത്യാക്രമണം നടത്താൻ, ഒരു തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 8 മണിക്കായിരുന്നു PSL പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായിട്ടുള്ള പെഷവാർ കറാച്ചിയുമായിട്ടുള്ള 2 ടീമുകളുടെ മത്സരം നിശ്ചയിച്ചിരുന്നത്. ഇത് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ മത്സരം കറാച്ചിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തതായിട്ടായിരുന്നു ആദ്യ വിവരങ്ങൾ അറിയിച്ചത്. ഒപ്പം തന്നെ നിലവിലെ ഈ സംഘർഷ സാധ്യത, ഒപ്പം തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് PSL-ൽ പങ്കെടുക്കുന്ന വിദേശ താരങ്ങൾ, ഇംഗ്ലീഷ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ തിരികെ നാട്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യം പാക് ക്രിക്കറ്റ് ബോർഡിനെയും ഒപ്പം തന്നെ ടീം മാനേജ്മെന്റുകളെയും അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ PSL പോസ്റ്റ്പോൺ ചെയ്യുന്നതിന് പകരം അത് റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം
ധരംശാലയിൽ, ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ മത്സരങ്ങളുണ്ട്. അത് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. IPL മത്സരങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ഈ ഒരു സുരക്ഷാ കാരണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മിഥുൻ, അപ്പോഴും ഈ വിദേശകാര്യ മന്ത്രാലയം ഇനി സ്പെഷ്യൽ ബ്രീഫിംഗ് നടത്താൻ ഒരുങ്ങുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എല്ലായ്പ്പോഴും നൽകുന്ന സന്ദേശം ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ അതാണ് നടത്തുന്നത്. പാകിസ്ഥാൻ പാഠം പഠിക്കാനുള്ള കാര്യങ്ങൾ, ഈ പ്രത്യാക്രമണവും പ്രതിരോധവും എല്ലാമാണ് അത്. പക്ഷേ പാകിസ്ഥാൻ ആ സന്ദേശം ഉൾക്കൊണ്ടിട്ടില്ല ഈ മിനിറ്റ് വരെ എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രകോപനങ്ങളുടെ ശക്തി കൂട്ടുകയാണ് പാകിസ്ഥാൻ. എന്നിട്ട് ഇന്ത്യ ആക്രമിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ ഇനി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തെളിവുകളെല്ലാം കൂടിയായിരിക്കുമോ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയം അല്പസമയത്തിന് മുമ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാൽ അതിന് തക്കതായ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഉണ്ടായ ആ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തിരിച്ചടി നൽകിയത്. ഇനി ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഉള്ള നടപടി ഉണ്ടാകും. ഒപ്പം തന്നെ അതിന് ശക്തമായ തിരിച്ചടി തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക കൂടിയാണ് വിദേശ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അതിന്റെ പൂർണ്ണതോതിലുള്ള ഒരു വിവരം അത് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണ സജ്ജമാണ് സേനാ വിഭാഗങ്ങൾ. സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ അല്പസമയം മറ്റൊരു വിവരം കൂടി ഒരു ഘട്ടത്തിൽ അപർണ പുറത്തു വരുന്നുണ്ട്. വേൾഡ് ബാങ്ക് മേധാവി അജയ് ബംഗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ സിന്ധുജല നദീ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒപ്പം തന്നെ ഈ ഡാം അടച്ചതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ തുറക്കുന്നു. അവിടെ ചെറിയ രീതിയിലൊരു പ്രളയ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് കൂടിക്കാഴ്ച എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയുമായി അജയ് ബംഗ നടത്താൻ പോകുന്നതെന്നും ഒപ്പം തന്നെ അത് ഏത് തരത്തിലായിരിക്കും പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനാവും തന്നെ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും, കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസവും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതുപോലെ തന്നെ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിൽ കൂടുതൽ മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊരു അറ്റാക്ക് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർണ്ണമായും ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു പുറത്തു വരികയും ചെയ്തത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തുവെച്ച ആ ആക്രമണമാണ് ഇന്ത്യ തകർക്കുന്നത്. ആ നഗര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങോട്ട് അത് അതിർത്തി കശ്മീർ ഭാഗങ്ങൾ മാത്രമല്ല, പഞ്ചാബ് അടക്കമുള്ള രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. സ്വാഭാവികമായിട്ടും ആഭ്യന്തര സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യം. ഈ അതിർത്തിയിൽ പൊലിയുന്ന ജീവനുകൾ ഏത് തരത്തിലാണ് കൂടുതൽ സുരക്ഷ അവിടെ കൂടി സജ്ജമാക്കുന്നത്? അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം ഇപ്പോൾ, അല്ലേ? തീർച്ചയായും പറഞ്ഞ, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഇത്തരത്തിൽ പാകിസ്ഥാൻ മുതിർന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതിൽ ഗുജറാത്ത് മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങൾ, അത് ഓരോ ഇടങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അതിൽ ഭുജുണ്ട്, ഒപ്പം തന്നെ പത്താൻകോട്ടുണ്ട്, ഒപ്പം തന്നെ കുപ്വാരയുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ഇടങ്ങൾ, 15 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ 15 മിസൈലുകളാണ് ഈ 15 കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടി ഭാഗമായി പാകിസ്ഥാൻ തൊടുത്തത്. അതിനെ നമ്മളുടെ ഇത്തരത്തിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സുദർശന ചക്ര എന്ന് വിളിക്കുന്ന S-400 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തകർക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത കൂടി ഒരിക്കൽ കൂടി നമ്മൾ വ്യക്തമായി എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. അതായത് അതിനൊരു സവിശേഷത ഈ നെറ്റ്വർക്ക് സംയോജനം ഈ തദ്ദേശ തലത്തിൽ സംവിധാനമായി ഏകോപിപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു സംവിധാനമാണ്. ഒപ്പം തന്നെ മൾട്ടി ലെയേർഡ് കവറേജ് സംവിധാനമാണ് ഇതിനുള്ളത്. എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ള കഴിവ് എന്നിവ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെയൊക്കെ മറികടക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ S-400 ട്രയംഫ് 1980-കളിലാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. റഷ്യ ആണ് വികസിപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം 2018-ലാണ് ഇത് ഇന്ത്യയുടെ ഭാഗമാവുകയും ചെയ്യുന്നത്. ആദ്യമായാണ് നമ്മൾ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് വളരെ വിജയകരമായി ഉപയോഗിക്കാനും ഒപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ
ആ ഒരു ആക്രമണം ഈ 15 മിസൈലുകളെയും തകർത്തെറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റൊന്ന് ഹാർപ്പി ഡ്രോണുകളെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. ഈ ഹാർപ്പി ഡ്രോണുകൾ അത് കൃത്യമായി സൈന്യം വിനിയോഗിച്ചു. അത് അയച്ച തന്ത്രപ്രധാനമായിട്ടുള്ള പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അത് ഉപയോഗിക്കുകയും ചെയ്തു. അത് ലക്ഷ്യം കാണുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. നമുക്ക് അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചെങ്കിൽ പോലും ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി തന്നെ അറിയാം അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ കൃത്യമായി തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇന്ത്യക്കാവുകയും ചെയ്തു. ഈ ഹാർപ്പി ഡ്രോണിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇതിന്റെ നീളം 2.7 മീറ്ററാണ്. അതായത് 8 അടി 10 ഇഞ്ച് നീളമാണ് ഇതിനുള്ളത്. ഏതെങ്കിലും തരത്തിൽ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂഞ്ചടക്കമുള്ള മേഖലകളിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരെ കൊന്നൊടുക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിലുള്ള പ്രതികാര നടപടിയല്ല നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കൃത്യമായി അവിടുത്തെ സേനാ വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം. അവിടെ ഈ ഡ്രോണുകൾ എത്തുമ്പോൾ വലിയ രീതിയിൽ സൈറൺ മുഴങ്ങുന്നു. ആ സമയത്ത് ഈ സൈറൺ കേട്ടുകൊണ്ട് ആളുകൾ ഭയന്ന് പരിഭ്രാന്തിയോടെ അവിടെ നിന്ന് ആ ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ആ സമയത്ത് പൊടുന്നതിനെ HQ ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക് ഇത്തരത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് എയർ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക് ഇത് പൊടുന്നതിനെ പതുക്കുകയും വലിയ ഉഗ്ര ശബ്ദത്തോടു കൂടി ഇത് തകർക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ലാഹോറിൽ ഇന്ന് ഉച്ചയ്ക്ക് 12:35 കൂടിയാണ് ആദ്യ ഡ്രോൺ പതിക്കുന്നത്. അതിനു മുമ്പ് ഈ 12 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഓരോ ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായത് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്നത്. ഈ സമയത്തെല്ലാം തന്നെ കറാച്ചിയിലും ലാഹോറിലും ഒപ്പം തന്നെ റാവൽപിണ്ടിയിലെയും വിവിധ മേഖലകളിൽ റാവൽപിണ്ടിയിൽ ഏകദേശം 7ഓളം ഇടങ്ങളിൽ ഇത്തരത്തിൽ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ പരമാവധി ഹാർപ്പി ഡ്രോണുകളുടെ പരമാവധി വേഗത 185 km/h ആണ്. അത്തരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഡ്രോണാണ്. ഇതിന്റെ പരിധി 500 കിലോമീറ്റർ ആണ്. അതായത് ഇന്ത്യയുടെ LOCയിൽ നിന്ന് ഇത്തരത്തിൽ 500 കിലോമീറ്റർ ദൂരെ വരെ പോയി ആക്രമണം നടത്താൻ സാധിക്കുന്ന ഡ്രോണുകളാണ് ഹാർപ്പി ഡ്രോൺസ്. ഇത് ഇസ്രായേലിന്റെയാണ്. ഇസ്രായേൽ നേരത്തെ ഇത് അമേരിക്കയ്ക്ക് കൈമാറിയതായിരുന്നു. പിന്നീട് അത് തിരികെ 2004 വീണ്ടും അത് ഇസ്രായേലിന്റെ ഭാഗമാവുകയും ചെയ്തു. നവീകരിക്കാനുള്ള കരാറിന്റെ ഭാഗമായി ഇത് പിന്നീട് വീണ്ടും ഇസ്രായേലിന്റെ ഭാഗമാകുന്നു. നമുക്ക് 2016 വീണ്ടും നമുക്ക് ഇന്ത്യയിലേക്ക് ഇത് ലഭ്യമാകുന്ന ഈ സംവിധാനം അത് ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്നു. ഈ 2 സംവിധാനങ്ങളും S-400 ഒപ്പം തന്നെ ഹാർപ്പി ഡ്രോൺസും അത് ആദ്യമായി നമ്മൾ ഉപയോഗിക്കുകയായിരുന്നു. അത് വിജയകരമായി നമുക്ക് ഉപയോഗിക്കാനും അത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായി ആക്രമണം നടത്താനും സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുക, പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അറ്റാക്കുകൾ നടന്നുള്ള കാര്യം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇനി എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്, മറ്റ് സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിൽ ത്രെറ്റനിങ് ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള നടപടികൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി വിക്രം മിശ്രി അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ കൂടുതൽ